ഹായ്, ഞാൻ സുബിൻ വിആർ. പലർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ചലാൻ നമ്മൾക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ ടാക്സ് പേയ്മെന്റിന്റെ ഒരു ലൈവ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഇൻകം ടാക്സിന്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. പാൻ നമ്പർ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇ ഫയൽ എന്നുള്ള ടാബിൽ ഇ പേ ടാക്സ് എന്നുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇ പേ ടാക്സിൽ നിങ്ങൾക്ക് 3 മെനൂസ് കാണാനായിട്ട് കഴിയും. സേവ്ഡ് ഡ്രാഫ്റ്റ്, ജനറേറ്റഡ് ചലാൻ, പേയ്മെന്റ് ഹിസ്റ്ററി. ടാക്സ് പേയ്മെന്റ്, നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ഓവർ ദ കൗണ്ടർ, NEFT, RTGS, പേയ്മെന്റ് ഗേറ്റ്വേ. ഈ 5 ഓപ്ഷനുകളിലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ന്യൂ പേയ്മെന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡിമാൻഡ് വന്നിരിക്കുന്നതിന് അഗെയിൻസ്റ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻസ്, 26 QB അതായത് ലാൻഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സുകൾ, ഇങ്ങനെ എല്ലാ ടാക്സുകളും നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ അടയ്ക്കേണ്ടത് ഇൻകം ടാക്സ് എന്നുള്ളൊരു ഓപ്ഷനിലാണ്. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളത്. നമ്മളവിടെ പ്രൊസീഡ് കൊടുക്കാം. അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുക. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന അസസ്മെൻറ്റ് ഇയർ 23-24 ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 2022-23 ആണ്. അസസ്മെൻറ്റ് ഇയർ 23-24 അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് വരുന്നത് നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആണ്. റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ അടയ്ക്കേണ്ടത് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ടാക്സ്, സർചാർജ്, സെസ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, അതേഴ്സ്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ഇത്ര രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കാനുണ്ട്, സർചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്കപ്പ്, സെസ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, അതേഴ്സ്, അങ്ങനെ ബ്രേക്കപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാത് ബ്രേക്കപ്പുകളിൽ കൃത്യമായ എമൗണ്ട് കൊടുക്കുക. നമ്മളിവിടെ ഒരു 1000 റുപ്പീസാണ് അടയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാക്സ് എന്നുള്ളതിൽ നമ്മൾ 1000 റുപ്പീസ് കാണിക്കുന്നു. ദെൻ കണ്ടിന്യൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റിലേക്ക് പോകാം. നെറ്റ് ബാങ്കിങ്ങിൽ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ദെൻ ഡെബിറ്റ് കാർഡ്, പേ അറ്റ് ബാങ്ക് കൗണ്ടർ, നിങ്ങൾക്ക് ചലാൻ ജനറേറ്റ് ചെയ്ത് ബാങ്ക് കൗണ്ടറിൽ അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ RTGS, NEFT ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ ട്രാൻസാക്ഷൻ ചാർജസ് അപ്ലിക്കബിൾ ആവാനായിട്ട് സാധ്യതയുണ്ട്. ട്രാൻസാക്ഷൻ ചാർജസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. നിങ്ങൾ ഏത് അസസ്മെൻറ്റ് ഇയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻകം ടാക്സ് അതർ ദാൻ കമ്പനീസ് ആണ്. അതാണ് മേജർ ഹെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആണ്. പിന്നെ നമ്മൾ പേ നൗ കൊടുക്കുകയാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനുള്ളത്, സബ്മിറ്റ് ടു ബാങ്ക്. 1000 റുപ്പീസ് അടയ്ക്കാനായിട്ട് വന്നിരിക്കുന്നു. ദെൻ പേ നൗ. അപ്പോൾ അവിടെയും നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കാർഡ് പേയ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, അല്ലെങ്കിൽ UPI, നിങ്ങൾക്ക് ഏതാണോ സൗകര്യമുള്ളത് അത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ പോവാതെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ട്രാൻസാക്ഷൻ ചാർജസ്, ആ ഒരു ഓപ്ഷനിൽ ട്രാൻസാക്ഷൻ ചാർജസ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ പേ നൗ കൊടുക്കും. ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് നിങ്ങൾക്ക് OTP ലഭിച്ചിട്ടുണ്ടായിരിക്കും. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചലാൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻകം ടാക്സ് അടച്ച ചലാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ചലാൻ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ചലാൻ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസുകൾ, അതായത് ചലാൻ പേയ്മെൻറ്റ് ഡേറ്റ്, BSR കോഡ്, ചലാൻ സീരിയൽ നമ്പറുകൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് സെലക്ട് ചെയ്ത് അതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് ചലാൻ ഡീറ്റെയിൽസ് കാണാനായിട്ട്. ഈ ഫയലിൽ തന്നെ ഇ പേ ടാക്സിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പേയ്മെൻറ്റുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഈ ആക്ഷൻസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ്, ഡൗൺലോഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ അടച്ച ചലാൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ BSR കോഡ് എത്രയാണ്, അത് ചലാൻ നടത്തി പേയ്മെൻറ്റ് ഡേറ്റ് എന്നാണ്, ചലാൻ്റെ സീരിയൽ നമ്പർ എത്രയാണ്, ഈ 3 കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, BSR കോഡ്, ചലാൻ സീരിയൽ നമ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.